സംസ്കാർ ഭാരതിയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനും തപസ്യ കലാസാഹിത്യവേദിയുടെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷനും ദൃശ്യവേദിയുടെ അധ്യക്ഷനുമായിരുന്ന പ്രശസ്ത സാഹിത്യകാരൻ പ്രൊഫസർ CG രാജഗോപാലിന്റെ അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നു. തപസ്യ കലാസാഹിത്യവേദി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശ്രമം അതിന്റെ പിന്നിലുണ്ടായി. എല്ലാ ദിവസവും വെളുപ്പിനെ 1 മണിക്ക് ഉണർന്ന് നേരം വെളുക്കുന്നത് വരെ ഇരുന്ന് എഴുതുക. 26,000 ചില്ലുവാനും വരികളാണ് രാമചന്ദ്ര മാനസിലെ ഹിന്ദിയിലുള്ള വരികളാണ് നല്ല മലയാളത്തിലേക്ക് കവിതയായി തന്നെ അദ്ദേഹം പ്രവർത്തനം ചെയ്തു. സ്വാഭാവികമായി തന്നെ അതിന് ഈ രാജ്യത്ത് കിട്ടാവുന്ന വലിയ ബഹുമതി കേന്ദ്ര സാഹിത്യ അക്കാദമി നൽകുകയുണ്ടായി. അദ്ദേഹം ആകെ ഒരു കവിയായിരുന്നു. അദ്ദേഹം കവിത വളരെ അധികം എഴുതിയില്ല. പക്ഷെ അദ്ദേഹം എഴുതിയ ഒരേ ഒരു പുസ്തകം നാദത്രയം എന്ന പേരിലുള്ള ഒരു കവിതാ സമാഹാരം എഴുതി. അതിന് എന്റെ ഓർമ്മ ജി ശങ്കരക്കുറുപ്പാണ് അവതാരിക എഴുതിയതെന്നാണ്. ശങ്കരക്കുറുപ്പിന്റെ അദ്ദേഹം എഴുതിയ വരികൾ വായിച്ചാൽ ഒരു തുടക്കക്കാരൻ എഴുതിയ കവിതയായിട്ടല്ല അതിനെ മറിച്ച് ശരിക്കും ഒരു ഇരുത്തം വന്ന കവിയുടെ കൃതിയായിട്ടാണ് ഈ ശങ്കരക്കുറുപ്പ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ രത്നത്തിന്റെ പേരിൽ തന്നെ രവീന്ദ്ര മാനസ് അതിന്റെ പേരിൽ തന്നെ ലഭിച്ചിട്ടുള്ള അവാർഡുകൾ നിരവധിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി വലിയ വിലപ്പെട്ട അവാർഡുകൾ കേരളത്തിൽ പുറത്തു വരെ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, പലപ്പോഴും ഇത് എഴുതി തീരാൻ തനിക്ക് കഴിയുമോ, അതിനു മുമ്പ് തന്നെ ഒരു പക്ഷേ തന്റെ ജീവിതം അവസാനിച്ചു പോകുമോ എന്നുള്ള ഭയം നിരന്തരമായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എഴുതി തീർത്തിട്ട് മരിച്ചാൽ മതി എന്ന് കൃത്യമായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അത് എഴുതി തീർന്നത് മാത്രമല്ല, അതിന്റെ ഫലപ്രാപ്തി കാണാൻ ഭാഗ്യമുണ്ടായി അദ്ദേഹത്തിന്. ദീർഘകാലം തപസ്യയുടെ അധ്യക്ഷനായിരുന്നു. ഇങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിന്റെ കുട്ടികള് ജൈനമതത്തിന്റെ ഹിന്ദു നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് ജൈനമതത്തിന്റെ സംഭാവന കുറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹിന്ദി പരീക്ഷ അദ്ദേഹം 1ാമത്തെ റാങ്കോടുകൂടിയാണ് ജയിക്കുന്നത്. അദ്ദേഹം എഴുതിയ ഒരു ഡിക്ഷണറി തന്നെയുണ്ട്, ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി തുടങ്ങി. അദ്ദേഹത്തിന്റെ ഒരു ജീവിതകാലം വളരെ വ്യക്തിപരമായിട്ട് ഇത്രയും സംതൃപ്തിയോടുകൂടി ജീവിച്ചിരുന്ന മനുഷ്യരെ കാണാൻ വിഷമമാണ്. എല്ലാ രീതിയിലും ദയവായിട്ട് നമ്മൾ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ ചിരിച്ച മുഖമാണ്. എല്ലാവരോടും സ്നേഹമായിട്ട് മാത്രം പെരുമാറുന്നു, നന്മ മാത്രം ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സൗഹൃദ കൂട്ടായ്മയിൽ ഒരു അംഗമായി തീരാൻ കഴിഞ്ഞതിൽ ഞങ്ങളൊക്കെ സന്തോഷിക്കാറുണ്ട്. ഈ കഥകളിയുടെ സംഘടന ദൃശ്യവേദി അതിന്റെ തുടക്കം മുതലേ അദ്ദേഹം അധ്യക്ഷനാണെന്ന് പറഞ്ഞാൽ പോരാ, എല്ലാ രീതിയിലും കൂടെ പ്രവർത്തിക്കുന്ന ശ്രീനിവാസൻ, അതിനെ പോലെ ഡോക്ടർ വേണുഗോപാലൻ, ഇങ്ങനെയുള്ളതിന്റെ മുൻനിരയിലുള്ള പ്രവർത്തകർക്ക് എല്ലാം തന്നെ അദ്ദേഹം എപ്പോഴും ഒരു പ്രചോദനമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നത് സ്നേഹത്തോടെ, നന്ദിയോടെ, ആദരവോടെ ഒക്കെയാണ്. അതെല്ലാം അർഹിക്കുന്ന മരണാനന്തരം ഓർമ്മിക്കപ്പെടുന്ന വളരെ അപൂർവം പേരേ ഉള്ളൂ. അതിൽ നമ്മുടെ ഓർമ്മയിൽ ഒരിക്കലും മരിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രാജഗോപാലൻ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.